Hi everyone. So today we have to continue with Stuart Hall. So Stuart Hall, as a prominent figure in the area of culture studies, we have discussed his major books, his major contributions to the field of culture studies, and in this video lecture we are going to look at the portions, remaining points in regarding to Stuart Hall from the textbook. So there is a most important book, an important essay from this person, that's notes on deconstructing the popular. So this book is very important, just note it, notes on deconstructing the popular. And in this book he defines about popular in popular culture. പോപ്പുലർ കൾച്ചർ എന്നുള്ള ആ ഒരു ടേം, അതിലെ പോപ്പുലർ എന്നുള്ളത് എന്താണ് എന്നുള്ളത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നതും വിവരിക്കുന്നതൊക്കെ ഈ ഒരു എസ്സേയിലൂടെയാണ്. ഹി സേസ് ദ ടേം ഈസ് സോ ആംബിഗസ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പോപ്പുലർ എന്നുള്ള ടേം വളരെ ആംബിഗസ് ആണ്. അതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്നുണ്ട്, സൊസൈറ്റി ഒരുപാട് കൾച്ചറുകൾ മിങ്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ലാംഗ്വേജുകൾ ഒരു സൊസൈറ്റിയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫാഷൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിങ്കിളായി കിടക്കുന്നതായിട്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം, പോപ്പുലർ എന്നുള്ള ടേം ആംബിഗസ് ആണ്. അതിന് ചെറിയൊരു അവ്യക്തത നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. കാരണം എപ്പോഴും ഒരു കൾച്ചർ മാത്രം പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു കൾച്ചർ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് ഉയർന്നു വരുന്നുണ്ടാവും. ഓക്കെ, സോ അതിനുശേഷം മൂന്നാമതായിട്ടുള്ളൊരു കൾച്ചറും പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് ഉയർന്നു വരുന്നുണ്ടാവും. സോ it will become always an ambiguous thing. And he mentions England's cultures in his essay. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോട്ട്സ് ഓൺ ഡികൺസ്ട്രക്റ്റിംഗ് ദ പോപ്പുലർ എന്നുള്ള എസ്സേയിൽ അദ്ദേഹം കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്ന എക്സാമ്പിളായിട്ട് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ കൾച്ചറിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ടിൻ്റെ കൾച്ചർ വെച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അതിൽ പറയുന്നത്. ആൻഡ് ടെലിവിഷൻ, 19th century late and beginning of 20th century. സോ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും ആണ് കൾച്ചറിൽ ലോകത്ത് പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന് പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തു കാണിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ടെലിവിഷനാണ്, ടി വി ആണ്. സോ ടി വിയിലൂടെ ഒരുപാട് ചേഞ്ചസ് കൾച്ചറിലോട്ട് വരുന്നുണ്ട്. ഫാഷൻ ഒരു കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നു ടെലിവിഷനിലൂടെ, ലാംഗ്വേജ് ഒരു കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നു ടെലിവിഷനിലൂടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെലിവിഷൻ വഴി ഒരു കൾച്ചറിലോട്ട്, ഒരു സൊസൈറ്റിയിലോട്ട് എത്തുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ആ സൊസൈറ്റിയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അത് മാറുകയും ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള ഒരു ടോട്ടൽ പ്രോസസ്സിംഗ് വേൾഡിൽ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലുമാണെന്നാണ് സ്റ്റുവർട്ട് ഹാളിൻ്റെ നിഗമനം. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ലെയ്ഷർ ടൈം വാസ് ഇമ്പോർട്ടൻറ്റ്. ആളുകളുടെ ഒഴിവ് സമയം, ലെജർ എന്ന് മീൻസ് ഒഴിവ് സമയം, ഇടവേളകൾ, ആളുകളുടെ ഒഴിവ് സമയം ഒരു കൾച്ചർ രൂപാന്തരപ്പെടുന്നതിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ആളുകൾ ഒഴിഞ്ഞ് ഇരിക്കുന്ന സമയം അവർ ഏർപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ദ ബുക്സ് ദാറ്റ് ദേ റീഡ്, ദ ഫിലിംസ് ദാറ്റ് ദേ വാച്ച്, ദ തിങ്സ് ദാറ്റ് ദേ do in the leisure time, everything actually affects information of a culture. അതെല്ലാം ഒരു കൾച്ചർ ഉടലെടുക്കുന്നതിന് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ഇപ്പോൾ ഒഴിവ് സമയങ്ങളിൽ ടെലിവിഷൻ കാണുന്ന ഒരു വ്യക്തി ആ ടെലിവിഷനിൽ കാണുന്ന ഒരു ഫാഷൻ, ഡ്രസ്സിങ് സ്റ്റൈല് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം അതുപോലെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതുപോലെയുള്ള ഡ്രസ്സുകൾ വാങ്ങുന്നു. സോ അങ്ങനെ കൾച്ചറിൽ ഒരുപാട് ചേഞ്ച് ലെയ്ഷർ ടൈമിന് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ആൻഡ് പോപ്പുലർ കൾച്ചർ ഹാസ് ടു മീനിങ്സ്. അപ്പോൾ പോപ്പുലർ കൾച്ചർ എന്നുള്ള ഒരു ടേമിന്, അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചറിന് തന്നെ ഇവിടെ രണ്ട് മീനിങ്ങുകൾ സ്റ്റുവർട്ട് ഹാൾ നൽകുന്നുണ്ട്. ഫസ്റ്റ് മീനിങ് യു ക്യാൻ സി കൊമേഴ്ഷ്യൽ ആൻഡ് കൺസ്യൂമറിക്. കൊമേഴ്ഷ്യലാണ്, ഐ മീൻ ബിസിനസ് പരമായിട്ടുള്ള, അല്ലെങ്കിൽ കൺസ്യൂമറിക്, ഉപഭോക്താവ് വാങ്ങുക, വിൽക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ ഇവിടെ വരുന്നത്. ഓക്കെ, ഐ മീൻ ഒരു പോപ്പുലർ വെഹിക്കിളായിട്ടുള്ള ഓട്ടോ, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫാഷനായിട്ടുള്ള
എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ്, ഐ മീൻ ജീൻസ് ആവാം, ജീൻസിന് ടീഷർട്ട് ആവാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പോപ്പുലർ ഫുഡ് കൾച്ചറിലോട്ട് വരുന്ന സമയത്ത് അങ്ങനെയുള്ള എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആവാം. സോ ഇതെല്ലാം ഒരു തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമാണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്, കൺസ്യൂമറിക്കാണ്, കൊമേഴ്ഷ്യലാണെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. സോ നമ്മുടെ കൾച്ചർ തന്നെ രണ്ട് രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. സെക്കൻഡ് വണ്ണാണ് കൾച്ചർ ഓഫ് ദ പീപ്പിൾ. ആ സ്ഥലത്ത് ജീവിച്ചു പോരുന്ന ആളുകൾ അനുഭവിക്കുന്ന കൾച്ചർ, അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസ്, അവർ അനുഭവിക്കുന്ന കൾച്ചറാണ് സെക്കൻഡ് വണ്ണായിട്ട് അദ്ദേഹം പറയുന്നത്, കൾച്ചർ ഓഫ് ദ പീപ്പിൾ. പക്ഷേ ഫസ്റ്റ് വണ്ണിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പിറകിൽ ഒരു കച്ചവട താല്പര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സൊസൈറ്റിയിൽ കൾച്ചർ രൂപാന്തരപ്പെടുന്നതിൽ കച്ചവട താല്പര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പോപ്പുലർ വെഹിക്കിളായിട്ടുള്ള ഓട്ടോറിക്ഷ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഓട്ടോറിക്ഷ യൂസ് ചെയ്യുന്നു. പക്ഷേ എന്താണ്, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷയുടെ എണ്ണം കൂടുന്നു, ഓട്ടോറിക്ഷയുടെ പ്രൊഡക്ഷൻ കൂടുന്നു. അത് ആ ഒരു സൊസൈറ്റിയിലോട്ട് ഓട്ടോറിക്ഷ കൂടുതലായിട്ട് ഇറക്കപ്പെടുന്നു, ആളുകൾ വാങ്ങുന്നു, ആളുകൾ ഉപയോഗിക്കുന്നു, കസ്റ്റമേഴ്സ് അതിൽ കയറുന്നു. സോ കൾച്ചർ പല സമയത്തും കൺസ്യൂമറിക്കാണ്. ഓക്കെ, അത് വാങ്ങൽ വിൽക്കൽ ഉടമ്പടിയുടെ ഭാഗമായിട്ട് കൾച്ചർ രൂപാന്തരപ്പെടുന്നതാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. സെക്കൻഡ് വൺ അദ്ദേഹം പറയുന്നത് നോർമലാണ്, കൾച്ചർ ഓഫ് ദ പീപ്പിൾ. ആ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുടെ കൾച്ചർ, ഐ മീൻ അവർ ജീവിച്ചു പോരുന്ന കൾച്ചർ, അവർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു സംസ്കാരം എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ആൻഡ് ഹി സേസ് കൾച്ചർ ഈസ് ചേഞ്ചിങ് ആൻഡ് ഇവോൾവിങ്. സംസ്കാരം, കൾച്ചർ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ഓരോ നിമിഷവും ഓരോ ദിവസവും അത് മാറ്റത്തിന് വിധേയമാണ്. അതുപോലെ തന്നെ ഇവോൾവിങ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നും സ്റ്റുവർട്ട് ഹാൾ പറയുന്നുണ്ട്. ആൻഡ് ദർ വിൽ ബി ടെൻഷൻ, സ്ട്രഗിൾ ഇൻ ഡെവലപ്പിംഗ് ഓഫ് എ കൾച്ചർ. അതിന് കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കൾച്ചർ രൂപാന്തരപ്പെടുന്നതിൽ പ്രധാനമായിട്ടും ഒരുപാട് ടെൻഷൻസ് അതിൽ വരുന്നുണ്ട്. ടെൻഷൻ എന്ന് മീൻസ് ആംബിഗ്യൂറ്റി, ഒരുപാട് ആംബിഗ്യസ് ആയിട്ടുള്ള, ഒരുപാട് അവ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിള് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു കൾച്ചർ ഉടലെടുക്കാൻ കാരണമാവുന്നുണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ടെൻഷൻ ആൻഡ് സ്ട്രഗിളാണ്. ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ കാരണമുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടെൻഷൻ ആൻഡ് സ്ട്രഗിളാണ്. ഓക്കെ, ടെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പോപ്പുലർ ടെൻഷൻ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന കംപ്ലീറ്റ് ആളുകളുടെ ഒരു ടെൻഷന് പല മീനിങ് ഉണ്ട്. ഒരു ഓവർകം ചെയ്യാനുള്ള മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ആവാം. സോ അതുപോലെ സ്ട്രഗിൾ, ഒരു സംസ്കാരം വരുന്ന സമയത്ത് പഴയ സംസ്കാരത്തെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ പഴയ സംസ്കാരത്തിൽ നിന്ന് പുതിയ സംസ്കാരത്തിലോട്ട് മാറാൻ, പുതിയ സംസ്കാരം അക്സെപ്റ്റ് ചെയ്യാൻ മനുഷ്യൻ എടുക്കുന്ന ഒരു സ്ട്രഗിൾ. സോ അങ്ങനെ ഒരുപാട് മീനിങ്ങുകൾ നമുക്ക് ഈ സ്ട്രഗിൾ ടെൻഷന് നൽകാൻ പറ്റും. ഓക്കെ, സോ സ്റ്റുവർട്ട് ഹാൾ പറയുന്നത് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ടെൻഷൻ, സ്ട്രഗിൾ എന്നുള്ള രണ്ട് വേർഡിന് അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ആൻഡ് അനദർ പോയിന്റ്, ഹെജമോണിക് സ്റ്റാറ്റസ് ഷിഫ്റ്റ്സ് ആൾവേസ്. ഒരു കൾച്ചറിലോട്ട് വരുന്ന സമയത്ത് ഹെജമോണിക് സ്റ്റാറ്റസ്, ഒരു കൾച്ചറിൽ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ടാവും. അവരായിരിക്കും എപ്പോഴും ഹെജമോണിക് ഗ്രൂപ്പ്, ഡോമിനൻ്റ് ഗ്രൂപ്പ്, ആധിപത്യമുള്ള ഒരു ഗ്രൂപ്പ് അവരായിരിക്കും. പക്ഷെ അത് എപ്പോഴും മാറ്റത്തിന് വിധേയമാണെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. എല്ലാ കാലത്തും ഒരു സൊസൈറ്റിയിൽ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ മാത്രം ഉയർന്നു നിൽക്കില്ല, അവർക്ക് മാത്രം ഒരു ഡൊമിനൻ്റ് സ്റ്റാറ്റസ് കിട്ടുന്നില്ല. അത് കാലാന്തരങ്ങൾക്കനുസരിച്ച് മാറുന്നു, അതെപ്പോഴും മാറ്റത്തിന് വിധേയമാകുന്നു എന്നാണ് സ്റ്റുവർട്ട് ഹാളിൻ്റെ മറ്റൊരു നിഗമനം. ആൻഡ് പോപ്പുലർ കൾച്ചർ ആൾസോ ചേഞ്ച്. അതുപോലെ തന്നെ പോപ്പുലർ കൾച്ചറും ചേഞ്ച് ആവുന്നു എന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ഹെജമോണിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ക്ലാസ് ചേഞ്ച് ആവുന്ന പോലെ തന്നെ പോപ്പുലർ കൾച്ചർ വരെ ചേഞ്ചിന്, മാറ്റത്തിന് വിധേയമാണെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. പോപ്പുലർ കൾച്ചർ നമുക്കറിയാം, ഒരു പ്രദേശത്ത് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന കൾച്ചർ. അത് ഫുഡിൻ്റെ രീതിയിലാവാം, ഓക്കെ, അത് ഡ്രസ്സിൻ്റെ രീതിയിലാവാം, അത് ലാംഗ്വേജിലാവാം, എന്തിലുമാവാം. വെഹിക്കിൾ, അവർ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിലാവാം, അവർ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ, അങ്ങനെയുള്ള ഏത് കാര്യത്തിലോട്ട് വരുമ്പോഴും
കൂടുതൽ ആളുകൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇതും കാലാന്തരങ്ങൾക്കനുസരിച്ച് മാറ്റത്തിന് വിധേയമാണെന്നാണ് സ്റ്റുവർട്ട് ഹാള് പറയുന്നത്. ആൻഡ് പോപ്പുലർ കൾച്ചർ ഈസ് എ ലൊക്കേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഹാൾ സേസ്. ഈ പോപ്പുലർ കൾച്ചർ എന്നുള്ളത് രാഷ്ട്രം പടുത്തുയർത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കോൺസിക്വൻസും ഇമ്പാക്റ്റുകളും അതിനുണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പോപ്പുലർ കൾച്ചർ ഒരു പ്രദേശത്ത് ഒരു കമ്പനി ഇറക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നു. സോ ആ കമ്പനിക്ക് ആ ഒരു സ്റ്റേറ്റിലോ ഡിസ്ട്രിക്റ്റിലോ എന്തുണ്ടാവും, ഒരു ഹാൻഡ് ഉണ്ടാവും, അവർക്കൊരു ഗ്രിപ്പ് ഉണ്ടാവും അവിടെ. കാരണം അവരുടെ പ്രൊഡക്റ്റ് ഒരുപാട് വിറ്റഴിക്കപ്പെടുന്ന ഒരു മാർക്കറ്റായിട്ടാണ് അവർ ആ കൾച്ചറിനെ കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനായിട്ട്, ഒരു പ്ലേസ് ആയിട്ട്, ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തിൻ്റെ? പൊളിറ്റിക്സ്, രാഷ്ട്രീയം. ഇതിലൂടെ രാഷ്ട്രീയം രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വലിയ വലിയ കമ്പനികൾ, നമുക്കറിയാം വലിയ വലിയ കമ്പനികൾ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ടാവും, പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് അവർക്കൊരു കണക്ഷൻ ഉണ്ടാവും. സോ ഇതിൻ്റെ എല്ലാം പിറകിലോട്ട് വരുന്ന സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ അവിടെയുണ്ട്. ഒരു പോപ്പുലർ കൾച്ചർ രൂപാന്തരപ്പെടുന്നതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാളിൻ്റെ മറ്റൊരു കണ്ടെത്തൽ. ആൻഡ് കൾച്ചർ സ്റ്റഡീസ് ടു പാരഡൈംസ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് കൾച്ചർ സ്റ്റഡീസ് ടു പാരഡൈംസ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ 1980 ഈ ഒരു പുസ്തകം ഇറങ്ങുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത്, ഹി സേസ് ടു സൈഡ്സ് ഓഫ് പാരഡൈം ഇൻ കൾച്ചർ സ്റ്റഡീസ്. കൾച്ചർ സ്റ്റഡീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് പാരഡൈം, രണ്ട് മാതൃകകളാണ്. ഓക്കെ, കൾച്ചർ സ്റ്റഡീസിൻ്റെ രണ്ട് വശങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന് കൾച്ചറലിസമാണ്, മറ്റൊന്ന് സ്ട്രക്ചറലിസമാണ്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. കൾച്ചറലിസം, അനദർ വൺ സ്ട്രക്ചറലിസം. സോ ഓക്കെ, വിത്ത് വില്യംസ് ലോങ് റവല്യൂഷൻ. അപ്പോൾ സ്റ്റുവർട്ട് ഹാള് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സ്റ്റുവർട്ട് ഹാള് കൊണ്ടുവരുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈമണ്ട് വില്യംസിൻ്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ലോങ് റവല്യൂഷനാണ്. ഓക്കെ, റൈമണ്ട് വില്യംസിൻ്റെ ലോങ് റവല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റുവർട്ട് ഹാൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. കൾച്ചറലിസവും സ്ട്രക്ചറലിസവും എടുത്ത് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് വില്യം സ്റ്റഡീസ് ഓൺ ദ ഡൊമൈൻ ഓഫ് ഐഡിയാസ് ഓഫ് കൾച്ചർ. റൈമണ്ട് വില്യംസ് ലോങ് റവല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റിലൂടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ദ ഡൊമൈൻ ഐഡിയാസ് ഓഫ് കൾച്ചറാണ്. ഒരു കൾച്ചറിൽ നിലനിൽക്കുന്ന ആധിപത്യമുള്ള ആശയങ്ങൾ, ചില ഐഡിയോളജി, ചില പ്രത്യയശാസ്ത്രങ്ങൾക്കായിരിക്കാം ഒരു കൾച്ചറിൽ ആധിപത്യം, ചില മതവിശ്വാസങ്ങൾക്കായിരിക്കാം ഒരു കൾച്ചറിൽ ആധിപത്യം, ചില ആചാരങ്ങൾക്കായിരിക്കാം ഒരു കൾച്ചറിൽ ആധിപത്യം. സോ ഇങ്ങനെ ഒരു ആധിപത്യമുള്ള ഒരു വിശ്വാസ സംഹിത എപ്പോഴും ഒരു കൾച്ചറിനുണ്ടാവും. ഓക്കെ, സോ ആ ഒരു ഭാഗമൊക്കെ സ്റ്റുവർട്ട് ഹാള് കൾച്ചറലിസത്തിൻ്റെ കീഴിലാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, കൾച്ചർ സ്റ്റഡീസിന് അദ്ദേഹം രണ്ട് ഭാഗമായിട്ട് തിരിക്കുകയാണ്, കൾച്ചറലിസവും സ്ട്രക്ചറലിസവും. ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്, ഒരു സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സോഷ്യലി നടക്കുന്ന പല ഫെസ്റ്റിവൽസ് ആവാം, എന്തുമാവാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫെസ്റ്റിവൽസ്, അവിടെ നടക്കുന്ന ആചാര അനുഷ്ഠാന രീതികൾ, ട്രഡീഷണലി അവർ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കലകളുണ്ടെങ്കിൽ, ആർട്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡൊമൈൻ ഓഫ് ഐഡിയാസ് എന്നുള്ള ആ ഒരു ടൈറ്റിലിൻ്റെ കീഴിലോട്ട് സ്റ്റുവർട്ട് ഹാള് കൊണ്ടുവരുന്നുണ്ട്. റൈമണ്ട് വില്യംസിൻ്റെ സഹായത്തോടെ സ്റ്റുവർട്ട് ഹാള് കൊണ്ടുവരുന്നുണ്ട്. സോ റൈമണ്ട് വില്യംസ്, സ്റ്റുവർട്ട് ഹാളിലൂടെ പറയുന്നത് കൾച്ചറിൻ്റെ രണ്ട് വശങ്ങളാണ്, കൾച്ചറലിസവും സ്ട്രക്ചറലിസവും. ഓക്കെ, ആൻഡ് ഡിഫറൻസ് ഓഫ് ടു പാരഡൈംസ് ആർ ഹൗ ദേ അണ്ടർസ്റ്റുഡ് കൾച്ചർ. അപ്പോൾ ഈ ഒരു കൾച്ചറലിസം ഒരു ഭാഗത്തും സ്ട്രക്ചറലിസം മറ്റൊരു ഭാഗത്തും. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഹൗ ദേ അണ്ടർസ്റ്റാൻഡ് കൾച്ചർ. നമ്മൾ കൾച്ചറിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൾച്ചറിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കൾച്ചർ എന്നുള്ള ടോപ്പിക്കിന്, കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ടോപ്പിക്കിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് ഏത് രീതിയിലാണ്
അവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ് കിടക്കുന്നത്. ഓക്കെ, ഒരുവിധം ആളുകളെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് കൾച്ചറൽ സ്റ്റഡീസിലോട്ട് വരുന്ന സമയത്ത് കൾച്ചറലിസമാണ്, സ്ട്രക്ചറലിസം അല്ല. സ്ട്രക്ചറലിസം കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഒരു സൊസൈറ്റിക്ക്, ഒരു സംസ്കാരത്തിന് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റുവർട്ട് ഹാൾ സ്ട്രക്ചറലിസം ഇവിടോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും ഡോമിനേഷൻ കൾച്ചറലിസത്തിന് തന്നെയാണ്. സോ കൾച്ചറലിസം lived experience determines culture. സോ കൾച്ചറലിസത്തിലോട്ട് വരുന്നത് ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവം അതാണ് കൾച്ചറിനെ തീരുമാനിക്കുന്നത്, ആ മനുഷ്യൻ്റെ കൾച്ചറിനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് കൾച്ചറലിസത്തിലൊരു പോയിന്റ്. ഒരു വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, അതാണ് ആ വ്യക്തിയുടെ കൾച്ചറിനെ, ആ വ്യക്തിക്ക് അതായിരിക്കും കൾച്ചർ. ആ വ്യക്തിയുടെ കൾച്ചർ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൾച്ചർ രൂപാന്തരപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെയാണെന്നാണ് കൾച്ചറലിസത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ മെറ്റീരിയൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ലെവൽ. കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൾച്ചറിസം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ ഒരു പ്രൊഡക്റ്റാണ്. മെറ്റീരിയൽ ലെവലായാലും ഹിസ്റ്റോറിക്കൽ ലെവലായാലും. ഹിസ്റ്റോറിക്കൽ ലെവൽ മീൻസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഇന്ന് പല കൾച്ചറും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, മെറ്റീരിയൽ ലെവൽ മീൻസ് പല ഒബ്ജക്റ്റുകൾ, പല വസ്തുക്കൾ, അവയുടെ ഒരു ഇമ്പാക്റ്റിൽ, അവയുടെ ഒരു സാന്നിധ്യത്തിൽ ചില കൾച്ചറുകൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സോ ഒരു പ്രദേശത്തോട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് യൂസ് ചെയ്യുന്ന, ചിലപ്പോൾ സൈക്കിളുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും. സോ അവിടെ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റാണ്. സോ അതവിടെ ആ ഒരു കൾച്ചറിൻ്റെ ഒരു മുഖചിത്രമായിട്ട്, ആ ഒരു കൾച്ചറിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഈ ഒരു സൈക്കിളുകൾ മാറുന്നു. സോ അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒരു കൾച്ചറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റും. സോ കൾച്ചറലിസത്തിൽ വരുന്നത് ഈ പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ് ആണ്. സ്ട്രക്ചറലിസത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ലിവ്ഡ് എക്സ്പീരിയൻസ് ഈസ് ഇറ്റ് സെൽഫ് ഷേപ്പ്ഡ്. സ്റ്റുവർട്ട് ഹാൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് പോലും എന്താണ്? ഷേപ്പ്ഡ് ആണ്. കൾച്ചറിൻ്റെ സ്ട്രക്ചറിനകത്ത് ഷേപ്പ് ചെയ്തു വരുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിത അനുഭവം എന്ന് പോലും പറയുന്നത് എന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ബൈ സ്ട്രക്ചർ ഓഫ് എ കൾച്ചർ. ഒരു കൾച്ചറിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, പല ലെയേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതിനൊരു ഘടനയുണ്ടാവും. ആ ഘടനയ്ക്കകത്ത് നിന്നാണ് മനുഷ്യൻ്റെ ജീവിത അനുഭവം ഉടലെടുത്ത് വരുന്നത് എന്നാണ് സ്ട്രക്ചറലിസത്തിലൂടെ സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. Thus, lived experience is not the source of culture. അതുകൊണ്ട് തന്നെ സ്റ്റുവർട്ട് ഹാൾ ഇവിടെ നിഗമനമായിട്ട് പറയുന്നുണ്ട്, സ്റ്റുവർട്ട് ഹാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ട്രക്ചറലിസത്തിനാണ്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ദസ് ലിവ്ഡ് എക്സ്പീരിയൻസ് ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് കൾച്ചർ. ഒരു കൾച്ചർ രൂപാന്തരപ്പെടുന്നതിലുള്ള പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം അല്ല. കാരണം ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം വരെ തീരുമാനിക്കുന്നത്, അതുവരെ ഉയർന്നു വരുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു കൾച്ചറിൽ നിലനിൽക്കുന്ന ആ ഒരു കൾച്ചറിൻ്റെ സ്ട്രക്ചറിലൂടെയാണെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ആൻഡ് ദ എഫക്റ്റ് ഓഫ് കൾച്ചർ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ഒരു കൾച്ചറിൻ്റെ എഫക്റ്റ് മൂലം സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ആഫ്രിക്കയിലുള്ള അല്ലെങ്കിൽ ന്യൂസിലാൻഡിലുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന സമയത്ത് ആക്ച്വലി അവിടെയുള്ള കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറും. സോ അവിടെയുള്ള കൾച്ചർ നമ്മളെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ക്യാരക്ടർ മാറാം, നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് മാറാം, നമ്മുടെ കോൺസെപ്റ്റ്സ് മാറാം. എവറിത്തിങ് വിൽ ബി ചേഞ്ച്ഡ് ബൈ ദ ഇമ്പാക്റ്റ് ഓഫ് ദ കൾച്ചർ ദാറ്റ് വി ലിവ്. അപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൽ പോകുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു. സോ ഇങ്ങനെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ ജീവിതാനുഭവം മാറുന്നു എന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ഓക്കെ, കൾച്ചറാണെങ്കിലോ അതിൻ്റെ ഒരു ഘടനയാൽ, സ്ട്രക്ചറാൽ രൂപപ്പെടുന്ന ഒരു കാര്യമാണ് കൾച്ചർ. ആൻഡ് സ്ട്രക്ചറലിസ്റ്റ് സീ കൾച്ചർ ആസ് എ സിസ്റ്റം വിച്ച് ഫോംസ് ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, സ്ട്രക്ചറലിസ്റ്റുകൾ കൾച്ചർ സ്റ്റഡീസിലോട്ട് വരുന്ന സമയത്ത് കൾച്ചറലിസ്റ്റുകളുണ്ട്, സ്ട്രക്ചറലിസ്റ്റുകളുണ്ട്. ഓക്കെ, ആ കൾച്ചറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്, ആ കൾച്ചറിൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. സോ ഇവിടെ സ്ട്രക്ചറലിസ്റ്റുകൾ
ഒരു സംസ്കാരത്തെ, ഒരു കൾച്ചറിനെ കാണുന്നത് എങ്ങനെയാണ്? ആസ് എ സിസ്റ്റം വിച്ച് ഫോംസ് ലാംഗ്വേജ്. ഒരു ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ഒരു ഭാഷയെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന, ഫോം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമായിട്ടാണ് കൾച്ചറിനെ സ്ട്രക്ചറലിസ്റ്റുകൾ കാണുന്നത്. കാരണം ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ അവിടെ ഭാഷ യൂസ് ചെയ്യുന്നത്. അത് പല പ്രദേശത്തും ഡിഫറെൻ്റ് ആവാം. സോ ആ ഒരു പ്രദേശത്തുള്ള ആളുകളാണ് അവിടെ ഭാഷയെ രൂപാന്തരപ്പെടുത്തി ഫോം ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസ്റ്റുകൾ ആ ഒരു സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു സമൂഹത്തിൽ ഒരു ഭാഷ രൂപാന്തരപ്പെടുന്നതിൽ ഒരുപാട് സ്ട്രക്ചറുകളുണ്ട്, ഒരുപാട് ഘടനകൾ അതിനുണ്ട്. ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നു. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലിസ്റ്റുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാംഗ്വേജിനാണ്, അല്ലെങ്കിൽ കൾച്ചർ എന്നുള്ള സിസ്റ്റത്തിലൂടെ ഉയർന്നു വരുന്നത് ലാംഗ്വേജ് ആണെന്നാണ് അവർ പറയുന്നത്. അനദർ പോയിന്റ്, കൾച്ചറലിസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻറ്റ് ടു ഹ്യൂമൻ എക്സ്പീരിയൻസ്. പക്ഷേ അതേ സമയത്ത് തന്നെ കൾച്ചറലിസ്റ്റുകൾ പ്രാധാന്യം നൽകുന്നത് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾക്കാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾക്കാണ് കൾച്ചറലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അല്ലാണ്ട് എന്തിനല്ല, ആ കൾച്ചറിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല, സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ടു പീപ്പിൾ, റൊളാൻഡ് ബാറ്റ്സ് ആൻഡ് ക്ലോഡ് ലെവി-സ്ട്രോസ്. റൊളാൻഡ് ബാറ്റ്സും ക്ലോഡ് ലെവി-സ്ട്രോസ് ഒക്കെ കഴിഞ്ഞ സെമിസ്റ്ററിൽ പറഞ്ഞതാണ്. സ്ട്രക്ചറലിസത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇവർ പറയുന്നത് ദേ സേ കൾച്ചർ ആസ് എ പാർട്ട് ഓഫ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. റൊളാൻഡ് ബാറ്റ്സും ക്ലോഡ് ലെവി-സ്ട്രോസും ഇവരെ രണ്ടുപേരെയും സ്റ്റുവർട്ട് ഹാൾ കൊണ്ടുവരുന്നത് ഇവർ സ്ട്രക്ചറലിസത്തിൻ്റെ വക്താക്കളാണ്. സ്ട്രക്ചറലിസത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. അവർ പറയുന്നത് എന്താണ്? കൾച്ചർ എന്നുള്ളത് എന്താണ്? ഒരു ഭാഗമാണ്, ആസ് എ പാർട്ട് ഓഫ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷയുടെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് കൾച്ചർ വരുന്നത്. ഓക്കെ, അവർ അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാംഗ്വേജിനാണ്. ലാംഗ്വേജിലൂടെയാണ് ഒരു കൾച്ചർ ഉയർന്നു വരുന്നത് എന്നാണ് റൊളാൻഡ് ബാറ്റ്സും ക്ലോഡ് ലെവി-സ്ട്രോസൊക്കെ അഭിപ്രായപ്പെടുന്നത്. ആൻഡ് ദേ സപ്പോർട്ട്, ക്ലോഡ് ലെവി-സ്ട്രോസും റൊളാൻഡ് ബാറ്റ്സൊക്കെ ഹേബർമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൂയിസ് അൽത്തൂസറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റൈമണ്ട് വില്യംസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിച്ചാർഡ് ഹോഗാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവരുടെ അഭിപ്രായങ്ങൾ റിച്ചാർഡ് ഹോഗാർട്ടിനും ഹേബർമാസിനും ലൂയിസ് അൽത്തൂസറിനും റൈമണ്ട് വില്യംസിനും ഒക്കെ ഒരുപാട് പ്രചോദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആരുടെ അഭിപ്രായങ്ങളിൽ നിന്ന്? റൊളാൻഡ് ബാറ്റ്സിൻ്റെയും ക്ലോഡ് ലെവി-സ്ട്രോസിൻ്റെയും കൾച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ നിന്ന്. ഓക്കെ, സോ ആൻഡ് ഹാൾ സേസ് ദീസ് ടു പാരഡൈംസ് ഹാവ് സ്ട്രെങ്തൻഡ് കൾച്ചർ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് പാരഡൈംസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ ഈ രണ്ട് പാരഡൈംസ്, സ്ട്രക്ചറലിസവും കൾച്ചറലിസവും, ഇത് രണ്ടും കൾച്ചർ സ്റ്റഡീസിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൾച്ചർ സ്റ്റഡീസിനെ ഒരുപാട് വിപുലമാക്കിയിട്ടുണ്ട്. ആ ടോപ്പിക്കിനെ ഒരുപാട് വൈഡാക്കാൻ ഈ രണ്ട് പാരഡൈംസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ആൻഡ് കൾച്ചർ സ്റ്റഡീസ് അസിമുലേറ്റ് ബെസ്റ്റ് എലമെൻറ്റ്സ് ഫ്രം സ്ട്രക്ചറലിസം ആൻഡ് കൾച്ചറലിസം. സോ അങ്ങനെ കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു പഠനശാഖ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് ബെസ്റ്റ് എലമെൻറ്റ്സ്, സ്ട്രക്ചറലിസത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എലമെൻറ്റ്സും അതുപോലെ കൾച്ചറലിസത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എലമെൻറ്റ്സും ഏറ്റവും കൂടുതലും ഉൾക്കൊള്ളിക്കൊണ്ടാണ് ഈ ഒരു പഠന മേഖല മുന്നോട്ട് പോകുന്നത്. സ്ട്രക്ചറലിസമായിട്ടും കൾച്ചറലിസമായിട്ടും രണ്ടായിട്ട് തരം തിരിച്ചതിന് ശേഷം കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു ഫീൽഡിന് ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ നടന്നിട്ടുണ്ടെന്നാണ് സ്റ്റുവർട്ട് ഹാൾ അഭിപ്രായപ്പെടുന്നത്. അനദർ തേർഡ് പാരഡൈം ഈസ് ക്ലാസിക്കൽ മാർക്സിസം, ഹാൾ സേസ്. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ സ്ട്രക്ചറലിസവും കൾച്ചറലിസവും കൾച്ചർ സ്റ്റഡീസിൻ്റെ രണ്ട് ഭാഗമായിട്ടുള്ളതിനെ മാറ്റി നിർത്തിയാൽ പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലാസിക്കൽ മാർക്സിസമാണ്. കൾച്ചർ സ്റ്റഡീസിൻ്റെ ഒരു മൂന്നാമത്തെ പാരഡൈമായിട്ട്, മൂന്നാമത്തെ ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലാസിക്കൽ മാർക്സിസമായിട്ടാണെന്നാണ് സ്റ്റുവർട്ട് ഹാൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ബുക്ക് കൾച്ചറൽ ഇൻ ഐഡൻറ്റിറ്റി ഈസ് a very prominent one from this person, Stuart Hall, and this book is edited by Stuart Hall and Paul Duguay. സോ ഇത് ജസ്റ്റ് നോട്ട് ചെയ്യണം. കൾച്ചറൽ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതാൻ പറ്റുന്നൊരു ബുക്കാണ്, കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്.
സോ ഇത്രയാണ് ഈ ഒരു സ്റ്റുവർട്ട് ഹാളിനെ ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന രണ്ട് പാരഡൈംസ് നിങ്ങൾ ഓർത്ത് വെക്കണം. കൾച്ചറലിസം, സ്ട്രക്ചറലിസം. ഓക്കെ, കൾച്ചറലിസത്തിൽ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്ട്രക്ചറലിസത്തിൽ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്സ് നോട്ട് ചെയ്ത് വെക്കുക, എസ്സേസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഈ ഒരു സ്റ്റുവർട്ട് ഹാളിനെ ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് we are just winding up a small portion here, and for the next class we will begin a new topic called new historicism. ന്യൂ ഹിസ്റ്റോറിസിസം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതും ചെറിയൊരു ഏരിയ തന്നെയാണ്, വലിയ ഒരു ഏരിയ ഒന്നും അല്ല. ആൻഡ് ലെറ്റ്സ് ബിഗിൻ ന്യൂ ഹിസ്റ്റോറിസിസം ഫോർ ടുമോറോ. ഓക്കെ, so bye. If you have any confusions, if you have any doubts regarding to the class that we have dealt right now, you can ask. Okay, bye.